നമസ്കാരം. ഭൂരിഭാഗം ഹിന്ദുക്കളും ക്ഷേത്രവിശ്വാസികളാണ്, ക്ഷേത്ര ദർശനം നടത്തുന്നവരുമാണ്. എന്നാൽ പലർക്കും എന്താണ് ക്ഷേത്ര ആചാരങ്ങളെന്നും ക്ഷേത്രത്തിലെ സംജ്ഞകൾ എന്താണെന്നും പലർക്കും അറിയില്ല. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അതിനെക്കുറിച്ചാണ്, അതിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ച്. എന്നോടൊപ്പം ഇന്നുള്ളത് പണ്ഡിതനും പ്രഭാഷകനും വാഗ്മിയുമായ ഒരു സമ്പൂർണ്ണ കലാകാരനാണ്. വിൽപ്പാട്ടിലൂടെ കലാരംഗത്തേക്ക് വരികയും അധ്യാപന ജീവിതത്തിനൊപ്പം സീരിയലും സിനിമയുമൊക്കെയായി മുന്നോട്ട് പോവുകയും ചെയ്ത മണികണ്ഠൻ തോന്നയ്ക്കൽ. അദ്ദേഹം പൗരാണികതയിലും അതോടൊപ്പം തന്നെ ഇതിഹാസങ്ങളിലുമൊക്കെ ഗവേഷണവും നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രങ്ങളെക്കുറിച്ചും ക്ഷേത്ര ആചാരങ്ങളെക്കുറിച്ചും നമുക്ക് അദ്ദേഹവുമായി സംസാരിക്കാം. നമസ്കാരം. നമസ്കാരം സാർ. ഞാൻ ഈ പറഞ്ഞ പോലെ ക്ഷേത്രം ഒരിക്കലും ക്ഷയിക്കാത്തതൊന്ന് എന്നാണ് നമ്മൾ വിവക്ഷിക്കുന്നത്. അതെ അതെ, എല്ലാവരും ക്ഷേത്രങ്ങളിൽ പോകുന്നു, ദൈവത്തെ കാണാനായിട്ട് പോകും. ദൈവം എല്ലായിടത്തും ഉണ്ട്, പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് ഹിന്ദു സങ്കല്പം. പക്ഷേ നമ്മൾ ക്ഷേത്രത്തിലേക്ക് ചെല്ലുമ്പോൾ ആ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നു. എന്താണ് ക്ഷേത്രം എന്നുള്ള സങ്കല്പവും എന്താണ് ആ സ്ഥലത്തിനുള്ള പ്രത്യേകതയും? അത് ക്ഷേത്രങ്ങളെന്ന് പറയുന്നത് പണ്ട് കാലത്ത് നമുക്ക് ആരാധിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പൂർവികർ ഉണ്ടാക്കിയ ഒരിടം എന്നാണ് നമുക്ക് ലളിതമായിട്ട് പറയാൻ കഴിയുന്നത്. അതായത് പഴയ കാലത്ത് ഒരു കൃത്യമായ ജീവിതചര്യ മനുഷ്യർക്കുണ്ടായിരുന്നു. അപ്പോൾ തങ്ങളെ രക്ഷിക്കാൻ തങ്ങൾക്ക് മുകളിൽ ഒരു ശക്തി ഉണ്ട് എന്ന് ആ മനുഷ്യൻ അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ വിശ്വസിച്ചിരുന്നു. ആ ശക്തിയെ ആരാധിക്കാൻ വേണ്ടിയിട്ട് അവർ ആ ശക്തിയെ ഒരിടത്ത് ശുദ്ധമായ അല്ലെങ്കിൽ ശാന്തി നൽകുന്ന ഒരു ഇടത്ത് സ്ഥാപിച്ച് അവിടെ ആരാധിച്ചു പോകുന്നു. അതാണ് നമുക്ക് ലളിതമായി ക്ഷേത്രം എന്ന് പറയാൻ കഴിയുന്നത്. എന്നാൽ ഈ ക്ഷേത്രം എന്നുള്ള വാക്കിന് ചില അർത്ഥങ്ങളുണ്ട്. ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ക്ഷയത്തിൽ നിന്നും നമ്മളെ ത്രാണനം ചെയ്യിക്കുന്നത്, ക്ഷയാത്രായതേ ഇത് ക്ഷേത്ര എന്ന് പറയും. ക്ഷയമെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന നാശം എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ക്ഷയിക്കുക എന്ന് പറഞ്ഞാൽ നശിക്കുക. അതായത് നമ്മൾ സന്തോഷകരമായിട്ട് ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ നമ്മുടെ ജീവിത വഴിയിൽ എന്തെങ്കിലും ഒരു ക്ഷയം, ചിലപ്പോൾ സാമ്പത്തിക ക്ഷയമാവാം, നമ്മുടെ ആരോഗ്യം നശിക്കുന്നതാവാം, അല്ലെങ്കിൽ നമുക്ക് അതുവരെയുള്ള ജീവിതത്തിൽ പലരും ഇപ്പം മാതാപിതാക്കളോ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വേർപാടാവാം. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ജീവിതത്തിലൊരു ഒരു ഒരു ദുഃഖം അല്ലെങ്കിൽ ഒരു ക്ഷയം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ, ഇന്നാണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ഉപദേശകരുണ്ട്, ഇപ്പോൾ നമ്മുടെ മാനസിക രോഗ വിദഗ്ധന്മാരുണ്ട്, നമുക്ക് രോഗം വരികയാണെങ്കിൽ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർമാരുണ്ട്, ആധുനിക സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലുണ്ട്. ഒരു 10-500 വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഇങ്ങനെ ഇത്രയും അധികം ഈ ശാസ്ത്രം വളരാത്ത കാലത്ത് മനുഷ്യൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നാൽ എന്നെ രക്ഷിക്കാൻ എൻ്റെ മേലൊരു ശക്തിയുണ്ട് എന്ന് വിശ്വസിച്ചാണല്ലോ ക്ഷേത്രം സ്ഥാപിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവിടെ പോയി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ ക്ഷയത്തിൽ നിന്ന് എനിക്കൊരു ത്രാണനം, ഒരു രക്ഷ ഉണ്ടായി എന്ന് മനുഷ്യൻ ഒരു തോന്നൽ, ഒരു ചിന്ത അവനുണ്ടാവും. അങ്ങനെ പ്രാർത്ഥിക്കാൻ പോകുന്ന, ക്ഷയത്തിൽ നിന്നും നമ്മളെ ത്രാണനം ചെയ്യിക്കുന്ന ഒരിടമെന്നും, പിന്നെ ക്ഷതാത് ത്രായതേ ഇത് ക്ഷേത്ര എന്നും പറയാം. ക്ഷതമെന്ന് പറഞ്ഞാൽ മുറിവെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ മനസ്സിനേൽക്കുന്ന, ശരീരത്തിനേൽക്കുന്ന മുറിവല്ല, നമ്മുടെ മനസ്സിലേൽക്കുന്ന മുറിവ്. നമ്മുടെ കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണക്കം ഉണ്ടാവാം, മക്കളുമായിട്ട് ചിലപ്പോൾ വഴക്കുണ്ടാവാം, അയൽവക്കക്കാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാം. അപ്പോഴൊക്കെ ഞാൻ നിമിത്തമല്ലല്ലോ ഈ പ്രശ്നമുണ്ടായത് എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഒരു ക്ഷതം, ഒരു മുറിവുണ്ടാവും, ഒരു ദുഃഖം ഉണ്ടാവും. ആ ക്ഷതത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ കഴിയുന്ന ഒരിടം എന്നുള്ള അർത്ഥത്തിൽ ക്ഷതാത്രായതേ ഇത് ക്ഷേത്ര എന്നും പറയും. ഇതാണ് ക്ഷേത്രത്തിനെക്കുറിച്ച് നമുക്ക് ലളിതമായിട്ട് പറയാൻ കഴിയുന്നത്. അപ്പോൾ ഈശ്വരൻ വസിക്കുന്ന ഇടം എന്നർത്ഥം, ക്ഷയത്തിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന എന്നർത്ഥം, മനസ്സിലുണ്ടാകുന്ന മുറിവിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന എന്ന് അർത്ഥം. ഇങ്ങനെ 3 അർത്ഥത്തിൽ പറയാം. ഈ ക്ഷേത്രത്തിന് പിന്നെ നമ്മുടെ മനുഷ്യ ശരീരം എന്നൊരർത്ഥമുണ്ട്, കൃഷിഭൂമി എന്ന അർത്ഥമുണ്ട്, ദേവൻ വസിക്കുന്ന ഇടത്തിന് പുറമെ അങ്ങനെയും അർത്ഥം. ഈശ്വരൻ വസിക്കുന്ന ഇടം എന്ന് പറഞ്ഞു, അത് ശരിയായ ഒരു അർത്ഥം തന്നെയാണ്. പക്ഷേ നാം പറയുന്നത്, ഹൈന്ദവ സങ്കല്പപ്രകാരം തന്നെ പറയുന്നത്, ദൈവം എന്നുള്ളത് സർവ്വവ്യാപി എന്നാണ്. നമ്മുടെ വീട്ടിൽ പൂജാമുറിയുണ്ട്, പക്ഷേ ക്ഷേത്രമുണ്ട്. എന്താണ് ഈ ക്ഷേത്രത്തിൻ്റെ ആ സ്ഥലം മാത്രം പ്രത്യേകത കാണുന്നത്? എന്താണ് അവിടെ ദൈവം ഇരിക്കുന്നു എന്നുള്ള ഒരു സങ്കല്പത്തിലേക്കാണ് ജനങ്ങൾ അവിടേക്ക് ഒഴുകുന്നതും അവിടെ എത്തുന്നതും. ഈ ക്ഷേത്രത്തിൻ്റെ ആ സ്ഥലത്തിനുള്ള പ്രത്യേകത അവിടുത്തെ പ്രതിഷ്ഠയിൽ നിന്നുണ്ടാകുന്നതാണോ, അതോ യഥാർത്ഥത്തിൽ അവിടെയാണോ ദൈവം കുടികൊള്ളുന്നത്? സാർ, ഇപ്പോൾ പണ്ട് കാലത്ത് ഈ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നത് ഒരു ഗ്രാമത്തിന്, ഒരു മനുഷ്യൻ കൂട്ടമായി വസിക്കുന്ന ഇടത്ത് മനുഷ്യൻ ആരാധിക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലം. ഇപ്പോൾ നമ്മൾ
അതിൻ്റെ സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചക്രവർത്തി, നമ്മളെ ഭരിക്കാൻ ഒരു ചക്രവർത്തി ഉണ്ടാവും, ഒരു രാജാവ് ഉണ്ടാവും. ആ രാജാവിന് വസിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു കൊട്ടാരം ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മൾ ആ പരിഹാരം തേടി ആ രാജാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് പോലെ ഒരു ഗ്രാമത്തിൽ കൂട്ടായിട്ട് ജീവിക്കുന്ന മനുഷ്യർക്ക് ആരാധിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവന് പല സ്വകാര്യ ആവശ്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി, പ്രാർത്ഥനയിലൂടെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുന്നത്. അപ്പോൾ സാർ ചോദിച്ചതുപോലെ അതിനൊരു പ്രത്യേകമായ ക്ഷേത്രഭൂമി, ചില സങ്കല്പങ്ങളുണ്ട്. ക്ഷേത്രഭൂമി കണ്ടെത്തുന്നതിൽ ആ ഭൂമിയിൽ നല്ല ധാന്യങ്ങൾ വിളയുന്ന ഭൂമിയായിരിക്കണം. അതുപോലെ ഭൂമി സങ്കല്പം വാസ്തുശാസ്ത്രജ്ഞന്മാരൊക്കെ അത് കൂടുതൽ പറയും. അപ്പം അങ്ങനെയുള്ള എല്ലാം തികഞ്ഞ ക്ഷേത്ര ലക്ഷണങ്ങളെല്ലാം തികഞ്ഞൊരു ഭൂമിയിൽ മാത്രമാണ് ഒരു ക്ഷേത്രം സ്ഥാപിക്കപ്പെടുക. പിന്നെ എന്തിന് നമ്മൾ അങ്ങനെ ക്ഷേത്രത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നു എന്ന് ചോദിച്ചാൽ, സാറ് പറഞ്ഞതുപോലെ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തി ഉണ്ട് എല്ലാവർക്കും. ഇപ്പോൾ നമ്മൾ ഈ വിഭാഗീയ ചിന്തകളൊന്നും ഇല്ലാതെ ഹിന്ദുവിനാവട്ടെ, ക്രിസ്ത്യ മതവിശ്വാസികൾക്ക് ആവട്ടെ, ഇസ്ലാം മതവിശ്വാസികൾക്കാവട്ടെ, ബുദ്ധമത ആർക്കാണെങ്കിലും ശരി, നമ്മുടെ മുകളിൽ നമ്മളെയൊക്കെ നയിക്കുന്ന ഒരു ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് പലരും വിശ്വാസികൾ. ഈ വിശ്വാസവും അന്ധവിശ്വാസവും ഉണ്ട്. ഇപ്പം നമ്മൾ ഈ വിശ്വാസത്തിനെ കുറിച്ച് പറയുമ്പോൾ അന്ധവിശ്വാസികൾക്ക് വേണമെങ്കിൽ പറയാം ഇത് അന്ധവിശ്വാസം അടിച്ചേൽപ്പിക്കലല്ലേ എന്ന് ചോദിക്കാം. അങ്ങനെ തിരിച്ചും ചോദിക്കാം. അപ്പോൾ നമ്മൾ വിശ്വാസികളുടെ വഴി, ഓരോരുത്തർക്കും അവരുടേതായ വഴി ഉള്ളതുപോലെ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തിയെ അതേ രൂപത്തിൽ ആരാധിക്കാനുള്ളൊരു മാനസിക വലിപ്പം ഒരു സാധാരണ മനുഷ്യർക്കുണ്ടാവില്ല. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ടിപ്പോൾ ഒരു രാജാക്കന്മാരുടെയൊക്കെ കാലത്താണെങ്കിൽ അന്ന് ഈ ക്ഷേത്രങ്ങളല്ല അധികം. പകരം എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണെങ്കിൽ അവർ അഗ്നിയെ ജ്വലിപ്പിച്ചിട്ട് യാഗം നടത്തുകയാണ്. സകല ദേവന്മാരെയും അഗ്നിയിൽ സങ്കല്പിച്ച്, സർവ്വദേവന്മാരുടെയും മുഖമാണ് അഗ്നി എന്ന് സങ്കല്പിച്ചിട്ട് അഗ്നിയിലേക്ക് ഓരോ ഹവിസർപ്പിക്കുമ്പോൾ അഗ്നി ദേവന്മാർക്ക് എത്തിക്കും എന്ന് പറയും. അപ്പോൾ അത്രയൊരു വിശാലമായ ചിന്താഗതിയൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ആരാധിക്കാൻ ഒരു ഈശ്വരൻ വേണം. ഇപ്പോൾ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ ക്ഷേത്രം സ്ഥാപിച്ചപ്പോൾ അവിടെയുള്ള പരിസരവാസികൾക്ക് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യത്തെ മഹാവിഷ്ണുവായിട്ട്, അനന്തപത്മനാഭനായിട്ട് കണ്ട് ആരാധിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് വിഷ്ണുഭാവത്തിൽ ആ ചൈതന്യത്തെ 12,008 സാളഗ്രാമം കൊണ്ടുണ്ടാക്കിയ ആ വിഗ്രഹത്തിലേക്ക് ആ ചൈതന്യത്തെ ആവാഹിച്ചിട്ട് അങ്ങനെ പൂജിക്കുന്നു ചിലർ. ഇപ്പോൾ ശ്രീകൃഷ്ണൻ്റെ ഭാവത്തിൽ ആരാധിക്കാനാണ് ഇഷ്ടമെങ്കിൽ ആ ചൈതന്യത്തെ ശ്രീകൃഷ്ണ ഭാവത്തിൽ ആവാഹിച്ച് താന്ത്രിക വിധിപ്രകാരം വിഗ്രഹത്തിൽ പ്രതിഷ്ഠിച്ച് ആ ശ്രീകൃഷ്ണന് കൽപ്പിച്ചിട്ടുള്ള പൂജകളൊക്കെ കൊടുത്ത് നമ്മൾ അതിനെ ആരാധിക്കുന്നു. ദേവിയായിട്ടാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഉള്ള ആരാധനാ സമ്പ്രദായങ്ങൾ പഴയകാലത്ത് ശൈവം, വൈഷ്ണവം, ശാക്തേയം, കൗമാരം, ഗാണപത്യം, സൗരം ഇങ്ങനെയൊക്കെയുള്ള ആരാധനകളുണ്ട്. വിഷ്ണുവിനെ ആരാധിക്കുന്നവർ, ശിവനെ ആരാധിക്കുന്നവർ, ദേവിമാരെ ആരാധിക്കുന്നവർ, സുബ്രഹ്മണ്യനെ ആരാധിക്കുന്നവർ, ഗണപതി ആരാധിക്കുന്നവർ, സൂര്യാരാധന, ഇങ്ങനെയൊക്കെ പല ആരാധനകളുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ പല ഉപദേവന്മാരുമുണ്ട്. ഇവരെയൊക്കെ ആ ഒരു ചൈതന്യത്തെ ആവാഹിച്ച് എന്തിലാണോ നമുക്ക് ആരാധിക്കാൻ ഇഷ്ടം ആ ആരാധനയ്ക്ക് വേണ്ടിയിട്ടൊരു വിഗ്രഹം പ്രതിഷ്ഠിച്ച് ഒരു ക്ഷേത്രം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ഗ്രാമത്തിന്, ഒരു നാട്ടിന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരിടം എന്ന് മാത്രമാണ് ക്ഷേത്രത്തിൻ്റെ ചുരുക്കം അർത്ഥമെന്നും കൂടി പറയാം. ക്ഷേത്രത്തിന് ഈ അങ്ങ് പറഞ്ഞതുപോലെ ശരീരാവസ്ഥകളുടെ രൂപത്തിൻ്റെ ആ രൂപഭാവങ്ങളും നൽകിയാണ് ക്ഷേത്രം നിർമ്മിക്കുന്നതെന്ന് നമുക്കറിയാം. അതിന് മുമ്പ് ഞാൻ പറഞ്ഞു, നമ്മൾ ക്ഷേത്രം എന്ന് പറയുമ്പോഴത്തേക്ക് മലയാളികളുടെ അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസികളുടെ മനസ്സിൽ ആദ്യം വരുന്നത് ദീപാരാധനയെക്കുറിച്ചാണ്. ദീപാരാധന എന്തിനാണ് നടക്കുന്നത്? ദീപാരാധന നടക്കുമ്പോൾ നമ്മളെ പഞ്ചേന്ദ്രിയങ്ങളും, അതായത് നമ്മുടെ എല്ലാ ഈ പ്രധാന ഇന്ദ്രിയങ്ങളെയും ഉണർത്തുന്ന തരത്തിലുള്ള ഒരു സംഗതിയാണ് അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമുക്ക് ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളെക്കുറിച്ച് വരാം. അതിനു മുമ്പ് ഈ ദീപാരാധനയിലൂടെ എന്താണ് വിവക്ഷിക്കുന്നത്? ദീപാരാധന എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഗ്നിക്ക് നമ്മുടെ ആരാധനയിൽ ഏറെ പ്രാധാന്യമുണ്ട്. അഗ്നിക്ക് മാത്രമല്ല, പഞ്ചഭൂതങ്ങൾക്ക് നമ്മുടെ ആരാധനയിൽ പ്രാധാന്യമുണ്ട്. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ തന്നെ പഞ്ചീകരിക്കുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇപ്പോൾ പഞ്ചഭൂതങ്ങളെന്ന് പറഞ്ഞാൽ വായു, ജലം, അഗ്നി, ആകാശം, ഭൂമി, ഇത്രയും ഈ പൂജാ സമ്പ്രദായത്തിലും ഉണ്ടെന്നാണ്. നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ അറിയാതെ എല്ലാറ്റിൻ്റെയും പ്രതീകം കൂടി നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ചന്ദനം കൊണ്ടുപോകും, നെയ്യ് കൊണ്ടുപോകും, ചിലപ്പോൾ ചന്ദനത്തിരി കൊണ്ടുപോകും, പുഷ്പങ്ങൾ കൊണ്ടുപോകും, മറ്റെന്തെങ്കിലും കരിക്കോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകും. ഇതൊക്കെ ഓരോ പ്രതീകങ്ങളാണ്. ഇപ്പോൾ സാറ് അഗ്നിയുടെ കാര്യമാണ്, ദീപാരാധനയുടെ കാര്യമാണ് ചോദിച്ചതെങ്കിലും ഇത് പറഞ്ഞാൽ മാത്രമേ അത് പൂർത്തിയാകുള്ളൂ. അതായത് ഈ നെയ്യെന്ന് പറയുന്നത് അഗ്നിയുടെ പ്രതീകമാണ്. അപ്പോൾ പഞ്ചഭൂതങ്ങളിൽ അഗ്നി. ചന്ദനത്തിരി എന്ന് പറയുന്നത് ധൂപം, പുകയാണ്. പുക എന്ന് പറയുന്നത് ഈ വായുവിൻ്റെ പ്രതീകമാണ്. അതുപോലെ തന്നെ ചന്ദനം എന്ന് പറയുന്നത് മണ്ണിൻ്റെ, ഭൂമിയുടെ പ്രതീകമാണ്. അതുപോലെ നമ്മൾ ജലം, ഇപ്പോൾ കരിക്കൊക്കെ കൊണ്ട് സമർപ്പിക്കുമ്പോഴുള്ള ജലം എന്ന് പറയുന്നത് ജലത്തിൻ്റെ പ്രതീകം തന്നെയാണ്.
അങ്ങനെ ഓരോന്നിനും പുഷ്പം എന്ന് പറയുന്നത് ആകാശത്തിൻ്റെ പ്രതീകമാണ്. ഇപ്പം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങൾക്ക് അധിഷ്ഠിതമായ ആരാധന, ഈ ദീപം ഇങ്ങനെ ക്ഷേത്രത്തിൽ ഇങ്ങനെ വിഗ്രഹത്തിനെ ചുറ്റുമ്പോൾ അഗ്നി കൊണ്ടുള്ളൊരു ആരാധന എന്നതിനൊപ്പം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് കൂടി ഇത് അനുഭവപ്പെടുന്നു. മണിശബ്ദം നമ്മൾ കേൾക്കുന്നു, അതുപോലെ തന്നെ കാഴ്ച, ദീപം നമ്മൾ കണ്ണുകൊണ്ട് നമ്മുടെ സ്പർശനമേൽക്കുന്നു, അല്ലെങ്കിൽ തന്നെ ചന്ദനവും ജലവും ഒക്കെ നമ്മുടെ കയ്യിലേക്ക് ഒഴിക്കുമ്പോൾ നമ്മൾ സ്പർശനമേൽക്കുന്നു. ഇങ്ങനെ അവിടുത്തെ പുക അല്ലെങ്കിൽ ആ സുഗന്ധം, ചന്ദനത്തിൻ്റെ സുഗന്ധമൊക്കെ നമ്മൾ ശ്വസിക്കുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പഞ്ചഭൂത അധിഷ്ഠിതമായ ഒരു ആരാധനയുടെ ഒരു ഭാഗം, അല്ലെങ്കിൽ എല്ലാം തികഞ്ഞ ഒന്നാണ് ദീപാരാധന എന്ന് നമുക്ക് പറയാം. അതിന് നിരവധി വിശാലമായ സങ്കല്പങ്ങളുണ്ടെങ്കിലും ഒരു സാധാരണക്കാരനായ ഭക്തന് അതിങ്ങനെ തൊഴുമ്പോൾ തങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹത്തിന് മുമ്പിൽ ഇങ്ങനെ ദീപമൊക്കെ കറക്കി മണിശബ്ദമൊക്കെ കേൾപ്പിച്ച് ശംഖനാദമൊക്കെ കേൾപ്പിച്ച് വാദ്യഘോഷങ്ങളോടുകൂടി ഒരു ആരാധന കാണുമ്പോൾ ആ പ്രാർത്ഥനയ്ക്കൊരു ശക്തി അല്ലെങ്കിൽ ഒരു ഊന്നൽ ലഭിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ലളിതമായൊരു വിവരണം. ഈ പ്രധാനമായിട്ടും ക്ഷേത്രത്തിൽ നമുക്ക് മേൽശാന്തിയുണ്ട്, തന്ത്രിയുണ്ട്. രണ്ടുപേർക്കും രണ്ട് റോളായിട്ടാണ് അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്. തന്ത്രിയെ പിതാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പം വാദകോലാഹലങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ തന്ത്രിക്കുള്ള റോൾ എന്താണ് ഈ ഒരു അമ്പലത്തിൽ, ക്ഷേത്രത്തിൽ? സാർ, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പം ഈ തന്ത്രി എന്ന് പറയുന്നത് ഇപ്പോൾ ശബരിമല വിഷയത്തിലേക്ക് വളരെ വിവാദമായിട്ടുള്ള ഒന്നാണ്. അങ്ങനെ ഒരു തന്ത്രി വേണമോ, അല്ലെങ്കിൽ തന്ത്രി ഒരു പിതൃസ്ഥാനത്താണ് കൽപ്പിക്കുന്നത്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്ഷേത്രത്തിൽ ഒരു വിഗ്രഹത്തെ പ്രതിഷ്ഠിക്കുമ്പോൾ നമ്മളെ സൃഷ്ടിച്ചത് നമ്മുടെ പിതാവാണ്. അപ്പോൾ നമ്മളെ സൃഷ്ടിച്ച അല്ലെങ്കിൽ ആ പ്രതിഷ്ഠിച്ച ആളെന്ന് പറയുന്ന അർത്ഥത്തിലാണ് തന്ത്രിയെ ദേവൻ്റെ പിതാവ് എന്ന് പറയുന്നത്. മേൽശാന്തി അല്ലെങ്കിൽ ശാന്തിയെ മാതാവെന്ന് പറയാൻ കാര്യം, നമ്മളെ കുട്ടികളായിരിക്കുമ്പോൾ നമ്മളെ കുളിപ്പിക്കുക, നമുക്ക് ആഹാരം തരിക, നമ്മളെ ഒരുക്കുക, നമുക്ക് വസ്ത്രം ചാർത്തുക, ഇതൊക്കെ ഒരു ക്ഷേത്രത്തിൽ ചെയ്യുന്നത് ആ ക്ഷേത്രത്തിലെ പൂജാരിയാണ്. അപ്പോൾ ആ നമുക്ക് ആഹാരം ഉണ്ടാക്കി തരിക. അപ്പോൾ ഇതെല്ലാം ഒരു ദേവന് കൊടുക്കുന്നത് അവിടുത്തെ ശാന്തി അല്ലെങ്കിൽ പൂജാരിയാണ്, മേൽശാന്തിയാണെന്ന് പറയാം, മേൽശാന്തിയോ കീഴ്ശാന്തി. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ മാതൃസ്ഥാനത്ത് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് അല്ലെങ്കിൽ ആ ദേവനെ സൃഷ്ടിച്ചത്, ആ ദേവനെ അവിടെ ഉണ്ടാക്കിയത് എന്നുള്ള അർത്ഥത്തിലാണ് തന്ത്രി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പൊളിഞ്ഞു കിടക്കുന്ന ചില ക്ഷേത്രങ്ങളൊക്കെ വീണ്ടും പുനരുദ്ധാരണം ചെയ്യുമ്പോൾ ഈ ദേവപ്രശ്നം വച്ചിട്ട് ഇതിൻ്റെ തന്ത്രം ആർക്കാണെന്നൊക്കെ കണ്ടുപിടിച്ച് ഈ തന്ത്രിയുടെ കുടുംബത്തിലൊക്കെ പോയി കണ്ടുപിടിക്കുന്ന ഒരു പരിപാടിയുണ്ട് പലയിടങ്ങളിലും. തന്ത്രി കുടുംബവാഴ്ചയാണല്ലേ? പല ഇടങ്ങളിലും തന്ത്രി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാൾ മരിച്ചുപോയി കഴിഞ്ഞാൽ ആ വിഗ്രഹത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടത്തിയത് അദ്ദേഹത്തിൻ്റെ പിതാവായിരിക്കുമല്ലോ. അപ്പോൾ ആ കുടുംബത്തിൽ നിന്ന് തന്നെ ഈ തന്ത്രിയെ വീണ്ടും സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതിനെ നമുക്ക് ഒഴിവാക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്നാണ് ഞാൻ പലരോടും ചോദിച്ചപ്പോഴും മറ്റും മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ചില പ്രത്യേക ചടങ്ങുകളിലൂടെ വേണമെങ്കിൽ തന്ത്രിയെ നമുക്ക് മാറ്റാനുള്ള അധികാരവും ഉണ്ട്. അല്ലാതെ അതിൻ്റെ ഒരു പരമാധികാരി ഞങ്ങൾക്ക് തന്നെ ഇത് വേണം എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. അപ്പോൾ ലളിതമായ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പം നമ്മൾ ശബരിമല വിവാദമായി നിൽക്കുന്നു, അതവിടെ നിൽക്കട്ടെ. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്ത്രി കുറ്റക്കാരനാണെന്ന് അല്ലെങ്കിൽ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കോടതിയിൽ ഇനി ഭാവിയിൽ തെളിയിച്ചു കഴിഞ്ഞാൽ ഈ കുടുംബത്തെ നമുക്ക് പൂർണ്ണമായും അവിടെ നിന്ന് മാറ്റി നിർത്താൻ പറ്റും. അത് വേറൊരു ലളിതമാണ് അതിൻ്റെ ഉത്തരം. കാരണം ഈ അമ്പലം എന്ന് പറയുന്നത് ആരാധകർക്കുള്ളതാണ്. അമ്പലത്തിൽ വരുന്നത് തന്ത്രിയുടെ കുടുംബത്തിലുള്ളവർ മാത്രമല്ല, പല രാജ്യങ്ങളിൽ നിന്നും പല ദേശങ്ങളിൽ നിന്നും ഭക്തന്മാർ വരും. ഭക്തർക്കുള്ളതാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ഒരു കൂട്ടം ഭക്തന്മാർക്ക് ഇത് വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിനെ മാറ്റുക തന്നെ വേണം. കാരണം ഭക്തർക്ക് ആവശ്യമില്ലാത്ത ഒരു ദേവാലയം എന്തിന്, അല്ലെങ്കിൽ ആ ഭക്തർക്ക് ആവശ്യമില്ലാത്ത തന്ത്രി എന്തിന് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഈ ആരാധനാലയങ്ങളെന്ന് പറയുന്നത് എപ്പോഴും ഭക്തർക്ക് ശാന്തിയും സമാധാനവും ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ്, അല്ലെങ്കിൽ ഒരു നാടിന് സമാധാനം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്ല, ദൈവഹിതത്തിന് എതിരാവില്ലേ തന്ത്രിയെ മാറ്റുന്നു എന്ന് പറയുമ്പോഴത്തേക്ക്? കുടുംബപരമായിട്ട് അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾക്ക് മറ്റൊരു സമൂഹത്തിന് അല്ലെങ്കിൽ മറ്റൊരു കുടുംബത്തിന് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്കിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കുമ്പോൾ അത് നമ്മുടെ ചട്ടലംഘനമായി തോന്നൂലേ അവിടെ? സാറേ, ഒരു തന്ത്രിയെ മാറ്റുന്നു എന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായും കൃത്യമായൊരു കാരണം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ശബരിമല പോലെ ഉള്ള ഒരു പ്രദേശത്ത് തന്നെ ഒരു തന്ത്രിയെ മാറ്റേണ്ടുന്ന അവസ്ഥ വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ തന്ത്രി അവിടുത്തെ ആചാരവിധിക്കനുസരിച്ച് പെരുമാറിയില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഒരു ക്ഷേത്രത്തിൻ്റെ ചിട്ടയ്ക്കും ഭക്തിക്കും വിശ്വാസത്തിനും അനുസരിച്ച് തന്ത്രിയായാലും പൂജാരിയായാലും ആരായാലും പെരുമാറിയില്ല എന്നുണ്ടെങ്കിൽ ഭക്തർക്ക്, ഒരു കൂട്ടം ഭക്തർക്ക് അവരെ തീർച്ചയായിട്ടും ഇഷ്ടമല്ലല്ലോ. പിന്നെ ഭക്തർക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ എങ്ങനെ അവിടെ നിൽക്കും? അപ്പോൾ തന്ത്രി കുടുംബത്തിലെ ഒരാൾ കുറ്റം ചെയ്താലും ആ കുടുംബത്തെ മുഴുവനും നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. അങ്ങനെയാണ്. അതായത് ഒരു തന്ത്രിയെ മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ആ തന്ത്രം എന്ന് പറയുന്നത് അവർക്ക് ഉണ്ടാവില്ലല്ലോ.
അപ്പോൾ വേറൊരു തന്ത്രിയെ ഇപ്പം ദേവപ്രശ്നമൊക്കെ നടത്തി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് ഭക്തർക്ക് ഇഷ്ടമല്ല, ഭക്തർക്ക് ഇത് സ്വീകരിക്കാൻ പറ്റുന്നില്ല ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തി എന്ന് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാറ്റണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരിക്കലും അത് കുടുംബവാഴ്ച എന്നോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഈ ഭരണാധികാരികളെ നമ്മൾ 5 വർഷം കഴിയുമ്പോൾ തിരഞ്ഞെടുക്കുന്നത് മനുഷ്യരല്ലേ, ജനങ്ങളല്ലേ തിരഞ്ഞെടുക്കുന്നത്, നമ്മൾ വോട്ടിലൂടെയാണ്, അതൊരു തിരഞ്ഞെടുപ്പാണ്. അതുപോലെ ഭക്തർക്കും തിരഞ്ഞെടുക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ട്. അതില്ല എന്ന് പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിക്കുകയല്ല, കൃത്യമായും അതിനുള്ളൊരു ഉപാധിയും ഉണ്ട്. നമുക്കിനി ക്ഷേത്രങ്ങളിലേക്ക് വരാം. ക്ഷേത്രങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യ ശരീരത്തിന് സമാനമാണ് ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി എന്ന് പറയുന്നത്. അത് സോപാനമായിരുന്നാലും ശരി, മുമ്പിൽ കാണുന്ന ആ ഒറ്റക്കൽ മണ്ഡപമായിരുന്നാലും ശരി, അതിനുശേഷം വരുന്നത് ആളുകൾ കയറി നിൽക്കുന്ന സ്ഥലമായിരുന്നു. എങ്ങനെയാണ് രൂപകൽപ്പന? യഥാർത്ഥത്തിൽ ക്ഷേത്രത്തിൻ്റെ രൂപകൽപ്പനയിൽ നാം ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? സർ, അത് ഞാനീ പറഞ്ഞല്ലോ, ഈ ക്ഷേത്രത്തിന് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കൊടിമരം, ക്ഷേത്രത്തിൻ്റെ നട്ടെല്ലാണ്, ഇങ്ങനെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ലളിതമായിട്ട് ഈ ക്ഷേത്രം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൊട്ടാരം, ഒരു ഭവനം, ഒരു വീടിൻ്റെ സ്ഥാനമാണ് ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാലുള്ളത്. നമ്മളൊരു വീട്ടിലേക്ക് കയറുമ്പോൾ സ്വാഭാവികമായിട്ടൊരു പ്രവേശന കവാടം, ഒരു ഗേറ്റ്, ആ വാതിൽ കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് ചെല്ലുമ്പോൾ ഒരു എന്താ പറയുക, ഒരു നമുക്ക് കയറി നിൽക്കാനുള്ള സ്ഥലം, പിന്നെ നമ്മളെ വീടിൻ്റെ ഹാള്, ഉൾവശം, ഇങ്ങനെയുള്ള ഒരു നിർമ്മിതിയാണ് ശരിക്കും ഒരു കൊട്ടാരത്തിൻ്റെ. അതുപോലെ തന്നെയാണ് ഒരു അമ്പലവും നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ കാവൽക്കാർ, പ്രധാനമായിട്ടും നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു കൊട്ടാരത്തിലാണെങ്കിൽ കയറി ചെല്ലുന്നതെങ്കിൽ ഒരു സെക്യൂരിറ്റി ഓഫീസർ അല്ലെങ്കിൽ അവിടെ നോക്കാൻ വേണ്ടിയിട്ട് ഒരാളുണ്ടാവും. അതുപോലെ ഒരു വലിയ ബലിക്കല്ലെന്ന് പറയുന്ന ഒരു സേനാനായകൻ്റെ സ്ഥാനത്തുള്ള വ്യക്തിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്ഷേത്രത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആ ക്ഷേത്രത്തിനെ സംരക്ഷിച്ചുകൊണ്ട് ചുറ്റുപാടും ബലിക്കല്ലുകളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ മനുഷ്യ ശരീരമായിട്ട് പറയുമ്പോൾ പലരും കൈ ഇതാണ്, കാല് അതാണ്, ശിരസ് ഇതാണ്, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ അതിനേക്കാൾ നമുക്ക് ലളിതമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ഒരു ചക്രവർത്തി ഒരു കൊട്ടാരത്തിനുള്ളിൽ എങ്ങനെയാണോ വസിക്കുന്നത്, അതുപോലെയുള്ള കാവൽക്കാരും അതുപോലെയുള്ള ഒരു സംവിധാനമാണ് ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയിലുള്ളത് എന്നാണ് ലളിതമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഈ ദ്വാരപാലക സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ്വാരപാലക സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ക്ഷേത്രത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആ ക്ഷേത്രത്തിലെ പ്രധാന ദേവൻ്റെ കാവൽക്കാരായിട്ട് ദ്വാരം എന്ന് പറഞ്ഞാൽ പ്രവേശന കവാടം എന്നാണ് അതിൻ്റെ അർത്ഥം. ആ പ്രവേശന കവാടത്തിനെ പരിപാലിക്കുന്നവർ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു ദേവൻ്റെ അടുത്തേക്ക് നമ്മളിപ്പോൾ തിരുമേനി രാവിലെ നട തുറക്കുമ്പോൾ ക്ഷേത്രക്കുളത്തിൽ വന്ന് കുളിച്ച്, പണ്ടൊക്കെ ക്ഷേത്രക്കുളത്തിൽ വന്ന് കുളിച്ചിട്ട് തിടപ്പള്ളിയിൽ പോയി ചിലപ്പോൾ ദീപം തെളിയിച്ചുകൊണ്ട് വരും, അല്ലെങ്കിൽ മണിയടിച്ച് നട തുറന്ന് അകത്ത് നിന്ന് ദീപം തെളിയിക്കും. ഈ മണിയടിക്കുക എന്നുള്ള സങ്കല്പം ദേവന് ഞാൻ വന്നിട്ടുണ്ട് എന്ന് അറിയിക്കുകയാണ്. എന്നിട്ട് ദ്വാരപാലകരുടെ അനുവാദം വാങ്ങിയിട്ടാണ് ക്ഷേത്രത്തിലകത്തേക്ക് പ്രവേശിക്കുക. നമ്മളൊരു എവിടെയെങ്കിലും ചെല്ലുമ്പോൾ അവിടെ ഒരു കാവൽക്കാരനുണ്ടെങ്കിൽ അവരോട് നമ്മൾ അനുവാദം വാങ്ങണം. അനുവാദം വാങ്ങിയേ പോവാം. ഒരു കഥയുണ്ടല്ലോ, പണ്ട് കൈലാസത്തിലേക്ക് എല്ലാവരും ഇങ്ങനെ കടന്നു വന്നപ്പോൾ കുട്ടിയായ സുബ്രഹ്മണ്യൻ കൈലാസത്തിൻ്റെ കാവൽക്കാരനായിട്ട് നിന്നപ്പോൾ ബ്രഹ്മാവ് ഈ സുബ്രഹ്മണ്യനെ അവഗണിച്ചുകൊണ്ട് കൈലാസത്തിലേക്ക് കയറാൻ പോയി. ഉടനെ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനെ സുബ്രഹ്മണ്യൻ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, ഒരു കാവൽക്കാരൻ നിൽക്കുന്നത് കണ്ടില്ലേ, അതൊരു അനുവാദം ചോദിച്ചിട്ടേ കയറാവൂ. അപ്പോൾ പറഞ്ഞു, ഈ പ്രപഞ്ച രഹസ്യം മുഴുവൻ അറിയുന്ന ഞാനൊരു കാവൽക്കാരനെ പരിഗണിക്കണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, പ്രായമൊന്നുമല്ല, ഒരാളിന് അവിടെ ഒരു സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അനുവാദം വാങ്ങിയേ പോകാവൂ എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. അങ്ങനെ ആ ദേവൻ്റെ വാസസ്ഥലത്തേക്ക് ഒരു സാധാരണ, അപ്പോൾ തിരുമേനിയാവട്ടെ ആരാവട്ടെ, അത് പ്രവേശിക്കുവാൻ വേണ്ടിയിട്ട് അനുവദിക്കേണ്ടുന്ന ചുമതലയുള്ള ആളാണ് കാവൽക്കാരൻ എന്ന് പറയുന്നത്. അതാണ് ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ പ്രധാന വിഗ്രഹത്തെ വണങ്ങുന്നതിനൊപ്പം ഈ ദ്വാരപാലകരെ കൂടി ചിലർ വണങ്ങുന്നത് കണ്ടിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ ആവശ്യമുള്ളതാണ്. ദ്വാരപാലകരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ഷേത്രം, ഞാൻ പറഞ്ഞു, ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു ദേവൻ്റെ വാസസ്ഥലം മാത്രമല്ല. ഒരു ക്ഷേത്രത്തിലേക്ക് ചെല്ലുമ്പോൾ ദ്വാരപാലകരുൾപ്പെടെ, ബലിക്കല്ലിൽ അധിവസിക്കുന്ന ദേവതകൾ ഉൾപ്പെടെ, പുറത്ത് വസിക്കുന്നവരുൾപ്പെടെ എല്ലാ ശക്തിയുള്ള നല്ല ദേവതകളുമുണ്ട്, ദുർശക്തിയുള്ള ദേവതകളും ഒരു ക്ഷേത്രത്തിലെ ദേവനെ ആശ്രയിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മളൊരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഒരു പ്രധാന ദേവ, ഇപ്പോൾ ശബരിമല നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അയ്യപ്പൻ എന്ന് പറയുന്ന അതാണ് പ്രധാനപ്പെട്ട ദേവനെങ്കിലും ആ അയ്യപ്പൻ്റെ പരിവാര ദേവതകൾ ഇഷ്ടം പോലെയുണ്ട്. നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ, ഗുരുവായൂരിൽ, ഏത് ക്ഷേത്രമാകട്ടെ, പ്രസിദ്ധമായ ഏത് ക്ഷേത്രത്തിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ ഒരു ദേവനെ സങ്കല്പിച്ചാണ് പോകുന്നതെങ്കിലും ആ ക്ഷേത്രത്തിൽ പല ദേവതകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രദക്ഷിണം വയ്ക്കുന്നത്. ഓരോ പ്രദേശത്ത് ചെന്ന് നമ്മൾ തൊഴുന്നത്, പിൻഭാഗത്ത് പോയി തൊഴാറുണ്ട്. ഇങ്ങനെ മുത്തശ്ശിമാരൊക്കെ ഇങ്ങനെ കറങ്ങി വന്ന ആ ഓവിൻ്റെ അവിടെ നിന്നുകൊണ്ട് ആകാശത്തേക്ക് നോക്കി തൊഴാറുണ്ട്. ആകാശത്തേക്ക് നോക്കി തൊഴുന്നത് ഈ ക്ഷേത്രത്തിനെ ആകാശത്ത് നിന്നുകൊണ്ട് ആ സംരക്ഷിക്കുന്ന ബ്രഹ്മദേവൻ അവിടെ വസിക്കുന്നു എന്നുള്ള ഭാവത്തിലാണ്.
കുട്ടിക്കാലത്ത് നമ്മളൊക്കെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് കൊടിമരത്തിനെ നോക്കി തൊഴുന്നതാണോ എന്നൊക്കെ വിചാരിക്കും. അങ്ങനെ ഒരു ക്ഷേത്രത്തിലൊരു പ്രധാന ദേവനൊപ്പം തന്നെ ഒരുപാട് നമ്മളിപ്പോൾ പൂജ കൊടുക്കുന്ന സമയത്ത് ഉത്സവമൊക്കെ ആകുമ്പോൾ ഈ ബലി തൂവുക എന്ന് പറയും. ശീവേലി, ശ്രീഭൂതബലി, ഉത്സവബലി എന്നിങ്ങനെയുണ്ട്. ഈ ഉത്സവബലി എന്ന് പറയുന്നത് ഒരു വലിയ ചടങ്ങാണ്. ഈ ഉത്സവബലി എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിലെ ആ ദേവനെ ആശ്രയിച്ച് നിൽക്കുന്ന ദുഷ്ടശക്തികൾക്ക് ഉൾപ്പെടെ ആഹാരം കൊടുക്കുക എന്നുള്ളതാണ്. മാംസദാഹികളായിട്ടുള്ള ദുർദേവതകളുടെ ഈ മാംസദാഹികളായിട്ടുള്ള ദുഷ്ടശക്തികളായി ഈ ദേവനെ ആശ്രയിച്ച് നിൽക്കുന്ന ആ ശക്തികൾക്ക് പ്രീതിപ്പെടുത്താൻ വേണ്ടി മാംസഗുണമുള്ള ഭക്ഷണമാണ് ക്ഷേത്രത്തിൽ നിന്ന് കൊടുക്കുന്നത്. അതായത് അരി വറുത്ത് പൊടിച്ച് വറപൊടി കൊടുക്കുക, ചുട്ടക്കായ്, ഇതൊക്കെ ഈ തന്ത്രശാസ്ത്രവിധി പ്രകാരം മാംസ ഗുണം ഉള്ളത് എന്നാണ്. അപ്പോൾ അങ്ങ് പറഞ്ഞതിൽ പ്രധാനമായിട്ട് നമുക്ക് ഈ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചോദിക്കേണ്ടത്, നമുക്ക് ബലിക്കല്ലുകളുള്ള പ്രസക്തി പ്രധാനമാണ് ഒരു ക്ഷേത്രത്തിൽ. എല്ലാ ക്ഷേത്രത്തിലും പലർക്കും അറിയില്ല. ചിലർ ബലിക്കലിനെ ചുറ്റി പോകുന്നത് കാണാം, ചിലപ്പം അതിൻ്റെ ഇടതുവശത്ത് കൂടി പോകുന്നത് കാണാം, പലർക്കും അറിയില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ബലിക്കല്ലുകൾ എന്തിനെ പ്രതിദാനം ചെയ്യുന്നു എന്നുള്ള കാര്യം പ്രധാനമായിട്ട് പറയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് ഇതിനെ നമ്മൾ വണങ്ങുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഊർജ്ജം എന്താണ്, അതൊക്കെ. അതായത് ഒരു ക്ഷേത്രത്തിൽ നമ്മൾ കയറി കഴിയുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ പലർക്കും ഈ പ്രധാന ദേവനെ കണ്ട് തൊഴുത് ദർശനം കിട്ടിയെന്ന് പറഞ്ഞ് വരാറുണ്ട്. പക്ഷേ ഈ ക്ഷേത്രത്തിന് അകത്തും ബലിക്കല്ലുണ്ട്, പുറത്തും ബലിക്കല്ലുണ്ട്. അകത്തെ ബലിക്കല്ലുകളെ കുറിച്ച് മാത്രം പറയാം. അതായത് ഈ ക്ഷേത്രത്തിൽ ഇങ്ങനെ ചുറ്റാകെ ബലിക്കല്ലുകൾ വച്ചിട്ടുണ്ട്. നമുക്ക് കിഴക്കോട്ട് ദർശനമുള്ള ഒരു ക്ഷേത്രത്തിൽ പല ഇടങ്ങളിലോട്ടും ക്ഷേത്രം ദർശനമുണ്ട്. കിഴക്കുണ്ട്, വടക്കുണ്ട്, തെക്കുണ്ട്, പടിഞ്ഞാറുണ്ട്. പല ഇടങ്ങളിലോട്ടും ക്ഷേത്രത്തിൽ ദർശനമുണ്ട്. കിഴക്കോട്ട് ദർശനമുള്ള ഒരു ക്ഷേത്രത്തിൽ ആ സോപാനം, അതായത് തിരുമേനി അകത്തേക്ക് പ്രവേശിക്കുന്ന പടിക്കാണ് നമ്മൾ സോപാനം എന്ന് പറയുന്നത്. അവിടെയാണ് ഈ ദ്വാരപാലകരൊക്കെ നിൽക്കുക. ആ സോപാനത്തിൻ്റെ തൊട്ടു മുമ്പിൽ കാണുന്ന ബലിക്കല്ലിൻ്റെ അധിദേവത എന്ന് പറയുന്നത് ഇന്ദ്രനാണ്. ഇന്ദ്രൻ്റെ സ്ഥാനമാണ് ആ ബലിക്കല്ലിനുള്ളത്. അതിൽ വസിക്കുന്നത് ദേവരാജാവായ ഇന്ദ്രനാണ് അവിടെ വസിക്കുക. കിഴക്കിൻ്റെ ഒരു ഇതാണ് ദേവേന്ദ്രൻ. കിഴക്ക് ദിക്കിലാണല്ലോ നമുക്ക് സൂര്യൻ ഉദിക്കുന്നതും ഒക്കെ. അപ്പോൾ ഇന്ദ്ര ദിക്കുന്ന ഈ കിഴക്ക് ഭാഗം ദർശനമാണെങ്കിൽ കിഴക്ക് കവാടമാണല്ലോ, അവിടെ ബലിക്കലുണ്ടാവും. ഉണ്ട്. സോപാനത്തിന്റെ തൊട്ട് മുമ്പിൽ ഏറ്റവും ഒരു കൊച്ചു ബലിക്കല്ല് വെച്ചിരിക്കും. പ്രധാന ബലിക്കല്ല് ഏറ്റവും മുമ്പിൽ കാണുന്നത് വലിയ ബലിക്കല്ലാണ്. ഒരു ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ അത് ആ ക്ഷേത്രത്തിലെ ദേവന്റെ സേനാനായകനാണ്. ഇപ്പൊ വിഷ്ണുവിനാണെങ്കിൽ ഹരിസേനൻ, ശിവനാണെങ്കിൽ ഹരസേനൻ, ഇങ്ങനെയുള്ള അതാണ് വലിയ ബലിക്കല്ല്. ആ വലിയ ബലിക്കല്ലും കഴിഞ്ഞ് നമ്മൾ ക്ഷേത്രത്തിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ ഈ തിരുമേനി ക്ഷേത്രത്തിലേക്ക് കയറുന്ന സ്റ്റെപ്പ് ഉണ്ടല്ലോ, സോപാനം. ആ സോപാനത്തിന്റെ മുമ്പിൽ ഒരു ചെറിയ ബലിക്കല്ല് കാണും. അതിന്റെ സ്ഥാനം ഇന്ദ്രനാണ്. അവിടെ നിന്ന് നമ്മൾ മുമ്പോട്ട് വലതുവശത്തോട്ട് നമ്മൾ നടക്കുമ്പോൾ, അതായത് ഈ തെക്ക് കിഴക്കേ മൂലൈ എന്ന് പറയുന്ന അവിടെ എത്തും. അവിടെ ഇരിക്കുന്ന ബലിക്കല്ലിൽ അഗ്നിക്കാണ് സ്ഥാനം. അഗ്നിക്കോൺ എന്ന് പറയും. നമ്മൾ വീടൊക്കെ വയ്ക്കുമ്പോൾ അഗ്നിക്കാണ് അതിൻ്റെ സ്ഥാനം. അവിടുന്ന് നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ തെക്ക് ദിക്കിലെത്തും. തെക്ക് ദിക്കിലെ ബലിക്കൽ എന്ന് പറയുന്നത് യമനാണ്. നമ്മൾ മരിച്ചാൽ തെക്കോട്ടെടുക്കുക എന്ന് പറയുമ്പോൾ യമദിക്കാണ്, അല്ലെങ്കിൽ യമനാണ് അവിടുത്തെ സ്ഥാനം. ഒരുപാട് ബലിക്കല്ലുണ്ട്. ഇപ്പോൾ 3 ബലിക്കല്ലായി. കിഴക്ക് എന്ന് പറയുന്നത് ഇന്ദ്രൻ, തെക്ക് കിഴക്കേ മൂലയിൽ അഗ്നി, തെക്ക് ദിക്കിൽ യമൻ. അവിടുന്ന് നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ തെക്ക് പടിഞ്ഞാറേ മൂലയിലെത്തും. അവിടെ ഇരിക്കുന്ന ബലിക്കല്ലിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് നിര്യതിയാണ്. നിര്യതി, രക്ഷസുകളുടെ നായകനായ നിര്യതി. പിന്നെ നമ്മൾ പടിഞ്ഞാറ് പോയി കഴിഞ്ഞാൽ പടിഞ്ഞാറ് സമുദ്രമാണല്ലോ. പടിഞ്ഞാറിരിക്കുന്ന ബലിക്കൽ എന്ന് പറയുന്നത് സമുദ്രദേവനായ വരുണനാണ്. അവിടുന്ന് നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ വടക്ക് പടിഞ്ഞാറേ മൂലയിലെത്തും. അത് വായുകോണാണ്. ഈ വാസ്തുശാസ്ത്ര വിദ്യർക്കൊക്കെ അറിയാം. ആ വായുവിൻ്റെ സ്ഥാനമാണ് അവിടെയുള്ളത്. വടക്ക് ഭാഗത്താവട്ടെ സോമനാണ്, ചന്ദ്രൻ. അവിടെയാണ് ഈ ഓവൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഓവിന് സോമസൂത്രം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അടുത്ത് മുമ്പോട്ട് വരുമ്പോൾ ക്ഷേത്രത്തിൻ്റെ കിഴക്കോട്ട് ദർശനമുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ ഇടതുഭാഗത്തെത്തും. ആ ഇടതുഭാഗത്തിരിക്കുന്ന ബലിക്കല്ലെന്ന് പറയുന്നത് ഈശാനനാണ്. അങ്ങനെ 8 ബലിക്കല്ലുകളുണ്ട്. പിന്നുമുണ്ട് ബലിക്കല്ലുകൾ. ഈ 8 4 ദിക്കും 4 ഉപദിക്കും. ഈ 4 ദിക്കിൽ നിന്നും 4 ഉപദിക്കിൽ നിന്നും ക്ഷേത്രത്തെ സംരക്ഷിക്കുന്നവരാണ് ഈ 8 ബലിക്കല്ലുകൾ എന്ന് പറയുന്നത്. ആകാശത്ത് നിന്നുകൊണ്ട് ക്ഷേത്രത്തെ സംരക്ഷിക്കുന്ന ആൾ ഈശാനൻ്റെ അടുത്തിരിക്കുന്ന ഒരു ചെറിയ ബലിക്കല്ലും ഒപ്പം കാണും. അത് ബ്രഹ്മദേവനാണ്. അതുപോലെ അതിൻ്റെ നേരെ എതിർവശം നിര്യതിയുടെ ഭാഗത്ത് ആണ് ഭൂമിക്കടിയിൽ നിന്നും ഈ ക്ഷേത്രത്തെ സംരക്ഷിക്കുന്ന അഷ്ടനാഗങ്ങളിൽ ഒരാളായ അനന്തൻ്റെ സ്ഥാനം. അങ്ങനെ 8 ദിക്കിൽ നിന്നും ആകാശത്തിന് മുകളിൽ നിന്നും ഭൂമിക്കടിയിൽ നിന്നും ക്ഷേത്രത്തിനെ സംരക്ഷിക്കുന്നവരാണ് ഈ ബലിക്കല്ലുകളെന്ന്. വീണ്ടും ക്ഷേത്രത്തിൽ വീണ്ടും കാണാം. ഈ ശാസ്താവുണ്ട്, ദുർഗയുണ്ട്, സുബ്രഹ്മണ്യനുണ്ട്, വൈശ്രവണനുണ്ട്. എല്ലാം ഉപദേവതകൾ, എല്ലാം ബലിക്കല്ലിൽ അധിഷ്ഠിതമായിരിക്കുകയാണ്. 7 മാതൃക്കളുണ്ട്. ബ്രാഹ്മി, വൈഷ്ണവി, കൗമാരി, മാഹേശ്വരി, ഇന്ദ്രാണി, വാരാഹി, ചാമുണ്ഡി,
പിന്നെ വീരഭദ്രൻ, ഗണപതി, ഇങ്ങനെ ധാരാളം ബലിക്കല്ലിലകത്ത് ഉണ്ട്. അപ്പോൾ ഒരു പ്രധാന ദേവനെ മാത്രമല്ല, സാറി പറഞ്ഞതുപോലെ ചുറ്റാകെയുള്ള ധാരാളം ഉപദേവതാ സങ്കല്പങ്ങൾ, പ്രതിഷ്ഠ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. ഇപ്പോൾ ചില ക്ഷേത്രങ്ങളിൽ ബലിക്കല്ല് കാണില്ല, ബലിക്കല്ല് വച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അവിടെ ആ ക്ഷേത്രമാണോ, അവിടെ ക്ഷേത്രത്തെ ചുറ്റാകെ നിന്ന് സംരക്ഷിക്കുന്ന ശക്തി ഉണ്ട്. അതിന് ആ തിരുമേനി കൃത്യമായിട്ടും പൂജ കൊടുക്കുകയും ചെയ്യും. പിന്നെ ഈ ഓവിൻ്റെ ഇപ്പുറത്ത് ശിവലിംഗ ആകൃതിയിൽ ഒരു ബലിക്കല്ലുണ്ട്. എല്ലാ ക്ഷേത്രത്തിലും ഇത്രയും പറഞ്ഞ ബലിക്കല്ല് തുല്യമാണെങ്കിലും ഈ ശിവലിംഗ ആകൃതിയിലിരിക്കുന്ന ബലിക്കൽ, അതിന് നമ്മൾ നിർമാല്യധാരി എന്ന് പറയും. അതിന് മാറ്റം വരും. ഇപ്പോൾ വിഷ്ണുവിൻ്റെ നിർമാല്യധാരിക്ക് വിശ്വസേനാണ്, ശിവൻ്റെ നിർമാല്യധാരി ചണ്ഡേശ്വരൻ, അങ്ങനെ പല പേരുകൾക്ക് മാറ്റം വരും. അതെല്ലാം ഒരു ദേവി, ഇപ്പം ദേവനായാലും ദേവി സങ്കല്പമായിരുന്നാലും ഇത് ഇത്തരത്തിൽ കൃത്യമായും വേണം. ദേവനായാലും ദേവീ സങ്കല്പമായാലും അകത്തെ ബലിക്കല്ല് നിർമാല്യധാരിക്ക് മാത്രം മാറ്റമുള്ളൂ. ബാക്കി സപ്തമാതൃക്കൾക്കോ ഈ ബലിക്കല്ലുകൾക്കോ ഒന്നും മാറ്റമില്ല. പിന്നെ ദർശനം കിഴക്കോട്ടാകുമ്പോൾ മുമ്പിൽ സോപാനത്തിൻ്റെ മുമ്പിൽ ഇന്ദ്രൻ, നേരെ പടിഞ്ഞാറോട്ടാണ് ദർശനമെങ്കിൽ സോപാനത്തിൻ്റെ മുമ്പിൽ വരുണൻ വരും. ഒരു സംശയം കൂടെ ചോദിക്കട്ടെ, സാധാരണക്കാരൻ ഉണ്ടാകുന്ന സംശയമാണ്. നമ്മൾ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്യുമല്ലോ, പ്രദക്ഷിണം ചെയ്യുമ്പോഴത്തേക്ക് ഒരു പാത്ത് വേ, അതായത് നടക്കാനുള്ള വഴിയിട്ടിരിക്കും. അതിൻ്റെ ഒരു സൈഡിലായിരിക്കും ബലിക്കല്ല് വരുന്നത്. ആ ഒരു മൂല വരുന്ന, അങ്ങ് പറഞ്ഞ ഈ ഒരുപക്ഷെ തെക്ക് വരുന്ന ആ ബലിക്കല്ല് ഇട്ടിരിക്കുന്നത് ആ പാത്ത് വേയുടെ കോർണറിലാണ്. ചിലർ അത് ചുറ്റിയും കൂടെ വരും. യഥാർത്ഥത്തിൽ പാത്ത് വേ എങ്ങനെയായിരിക്കും ഇട്ടിരിക്കുന്നത്, അതിനെ ചുറ്റിയായിരിക്കും പലരും വരുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ പാത്ത് വേ കൂടി മാത്രം പോയാൽ മതിയോ, അതോ ബലിക്കല്ല് ചുറ്റി? ഇതെന്നും തർക്കമുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ ശിവക്ഷേത്രത്തിൽ ഓവ് മുറിച്ച് കിടക്കാൻ പാടില്ല. പ്രദക്ഷിണം എന്ന് പറയുന്നത് പല പണ്ഡിതന്മാരും അല്ലെങ്കിൽ പല മേൽശാന്തിമാരും പല തന്ത്രിമാരും പല അഭിപ്രായം പറയാറുണ്ട്. ശരിക്കും ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് മനുഷ്യർക്ക് ആരാധിക്കാൻ വേണ്ടി, നമ്മുടെ മനസ്സിൽ ഭക്തിയും ശുദ്ധിയും ഉണ്ടെങ്കിൽ നമുക്ക് എന്താണോ നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് അത് പ്രാർത്ഥിക്കുക. പിന്നെ ഈ ബലിക്കല്ല് എന്ന് പറയുന്നത് പ്രദക്ഷിണ വീതി എന്ന് പറയുമ്പോൾ ഈ ബലിക്കല്ല് നമ്മുടെ ദക്ഷിണ ഭാഗത്ത് അല്ലെങ്കിൽ ആ ദിക്കിലൂടെയാണ് നമ്മൾ നടക്കേണ്ടത് എന്നാണ് പറയുന്നത്. ക്ഷേത്രവിശ്വാസങ്ങളെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും ഇനിയും കൂടുതൽ മണികണ്ഠൻ തോന്നക്കലിന് പറയാറുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ.